നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വിവിധയിടങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും പൊതുജനങ്ങൾക്ക് തത്സമയം പ്രതികരിക്കാനുമുള്ള വാർത്താവേദി കൂടിയാണ് ഈ പരിപാടി. വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. അധികൃതരുടെ ശ്രദ്ധ ആവശ്യമാണ് ഈ വിഷയത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428305010. നിങ്ങളുടെ കൈവശം വാർത്തകളാണുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കുറിപ്പ്, ആ വാർത്തയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ സമരം അത് ദിനംപ്രതി ശക്തമാവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശാവർക്കേഴ്സിനെ അണിനിരത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് സമരക്കാർ മഹാസംഗമം സംഘടിപ്പിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ആശാവർക്കേഴ്സിനൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും തയ്യാറാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിച്ച സർക്കാർ തീരുമാനം തള്ളിയാണ് അനിശ്ചിതകാല സമരവുമായി ആശാവർക്കർമാർ മുന്നോട്ട് പോകുന്നത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ മഹാസംഗമവും നടന്നു. മഹാസംഗമത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡ് ആശാ വർക്കർമാരാൽ നിറഞ്ഞു. സെക്രട്ടേറിയറ്റ് പരിസരത്തെ നിശ്ചലമാക്കിയുള്ള കടുത്ത പ്രതിഷേധവുമായി ആശാ വർക്കർമാരുടെ മഹാസംഗമം മാറി. 2 ദിവസം മുമ്പ് ഇവരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ സമരം പിൻവലിക്കാൻ തയ്യാറല്ല. കുടിശ്ശിക വേതനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. വേതനം നിലവിലുള്ള 7000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാട്. നമുക്ക് ജീവിക്കണം, അതുകൊണ്ട് നമുക്ക് 21,000 രൂപ തന്നേ തീരൂ. ഞാനൊരു വിധവയാണ് സാർ, വീട് പോലുമില്ല, നമുക്ക് മക്കളുണ്ട്, പഠിക്കണം മക്കൾ. അപ്പം ഈ തുക വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാർ? മക്കളെ പോറ്റി വളർത്താൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 21,000 രൂപ തന്നേ തീരൂ. അത് പോയിട്ട് 62 വയസ്സാകും വിരമിച്ചാൽ നമുക്ക് 5 ലക്ഷം തന്നേ തീരൂ. പിന്നെ നമ്മൾ അനാഥരായി പോകും സാർ. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ തങ്ങളെ പരിഹസിക്കുകയാണെന്നും ആശമാർ കുറ്റപ്പെടുത്തി. PSC മെമ്പർമാർക്ക് എത്രയാ കൂട്ടിയത്? 1000 കണക്കിനാ കൂട്ടിയത്. അപ്പൊ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കൂട്ടാൻ പറ്റില്ലേ? 100 രൂപ സർക്കാർ തയ്യാറല്ല. ഇതിനെ വെറുതെ ചരിത്രമാപ്പ് കൊടുക്കില്ല. തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ് അധികാരത്തിലേറി തൊഴിലാളികളെ പറ്റിക്കുന്ന നയത്തിനെതിരെ മറുപടി കൊടുക്കും. ഞങ്ങൾ വിചാരിച്ച അടുത്ത പ്രാവശ്യം ഇവിടെ സർക്കാർ വരത്തില്ല, ഞങ്ങൾ തീരുമാനിക്കണം. അതിനിടെ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെന്റീവ് കൂട്ടിയിട്ടുണ്ട്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. സമരരീതി മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. ഇഷ്ടക്കാർക്ക് വാരിക്കോരി ശമ്പള വർധനവ് നൽകുമ്പോഴാണ് അടിസ്ഥാന വർഗത്തോടുള്ള സർക്കാരിന്റെ അവഗണന. ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിച്ച നടപടി കൊണ്ട് മാത്രം തീരുന്നതല്ല ആശാ വർക്കർമാരുടെ സമരം. അതിന്റെ സൂചനയാണ് ഇന്ന് നടന്ന മഹാസംഗമം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.
11ാം ദിവസത്തിൽ സമരം എത്തി നിൽക്കുകയാണ്. എങ്കിലും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ഉറച്ച ശബ്ദത്തോടുകൂടി ആശാ വർക്കേഴ്സ് പറയുന്നുണ്ട്. സമരരീതി മാറ്റുന്ന കാര്യത്തിലടക്കം ആലോചന സമരക്കാർക്കിടയിൽ നടക്കുന്നു. എന്താണ് ആശാ വർക്കേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സർക്കാർ അതിനിടയിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അത് പ്രതിഷേധക്കാരെ കൂടുതൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. KV തോമസിൻ്റെ യാത്രാബത്ത് ഉയർത്താനുള്ള നീക്കം, അതുപോലെ PSC അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, ഇതിനെയൊക്കെ അതിരൂക്ഷമായി സമരവേദിയിൽ നിന്നുകൊണ്ട് അവർ വിമർശിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടന്നുവര സമരം തന്നെ. ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. അത് മാസം അതാത് മാസം 5-ാം തീയതി ഞങ്ങൾക്ക് തരണം. നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് രേഖാമൂലം ഉറപ്പ് തരണത് വരെ നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ, ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് കുടുംബപരമായിട്ടും. ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടായാലേ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ മന്ത്രി വീണ ജോർജ് ഇത്രയ്ക്കും ഒരു തൊഴിലാളികളുടെ നേതാവെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാകുന്നു. ഇത്രയും മോശമായ അവരും ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ ഞങ്ങളുടെ സ്ത്രീകളോട് അപമാനിക്കാൻ പാടില്ലല്ലോ. തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതിന് പിന്മാറാനേ ഇല്ല, കിട്ടണം, പ്രതീക്ഷയുണ്ട്. പെൻഷനാകുമ്പം 5 ലക്ഷം രൂപ അതിനുള്ള പെൻഷനും കൂടെ തരണമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഈ സമരം ഞങ്ങൾ തുടർന്ന് തന്നെ പോകും. ഞങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ എത്ര പ്രതിസന്ധികളൊക്കെ വന്നാലും ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് നേടുന്നിടം വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. മലപ്പുറം കോട്ടക്കലിൽ സഹോദരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കടയിലേക്ക് പിക്കപ്പ് ലോറി ഇടിച്ചു കയറ്റി. ഈ സമയം കടയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടക്കൽ തോക്കാമ്പാറ സ്വദേശി അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, സഹോദരൻ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം? പോലീസ് പറയുന്നത് എന്താണ്? ഈ തർക്കത്തിന് കാരണം എന്താണ് വിപിൻ? റിജിത്ത്, ഇന്ന് 12:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തോക്കാമ്പാറ സ്വദേശികളായിട്ട് തന്നെയുള്ള ഉമ്മറും അതുപോലെ തന്നെ അനുജൻ അബൂബക്കറും സഹോദരങ്ങളാണ് ഇവർ. ഇന്നിപ്പോൾ ഉമ്മർ ഈ കടയിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ബോധപൂർവം അബൂബക്കർ പിക്കപ്പ് ലോറി ഈ കടയിലേക്ക് ഇടിച്ച് കയറ്റി എന്നുള്ളതാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. ഈ സമയത്ത് ഉമ്മർ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. പക്ഷേ ഈ ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ്. ബംഗാൾ സ്വദേശിയായിട്ടുള്ള മൻസൂറിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇയാളുടെ 2 തുടയിലും പൊട്ടിയിട്ടുണ്ട്, കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ. ഒപ്പം തന്നെ 2 വാഹനങ്ങളെ, ഒരു കാറിനെയും ഒപ്പം തന്നെ ഒരു ബൈക്കിനെയും ഇടിച്ചിട്ടുണ്ട് ഈ ലോറി. ഇപ്പോൾ പ്രതിയായിട്ടുള്ള അബൂബക്കർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ അപായപ്പെടുത്തലിലേക്ക് എത്തിയതെന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ശരി, വിപിൻ C. വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സഹോദരനുമായുള്ള തർക്കമാണ് ഇങ്ങനെയൊരു കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. കുടുംബ വഴക്കാണ് കാരണം എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും ഒരു അതിഥി തൊഴിലാളിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അയാൾ ചികിത്സയിലുമാണ്. പത്തനംതിട്ട റാന്നി പെരുമ്പട്ടിയിൽ 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഷാജി സരള ദമ്പതികളുടെ മകൾ അരുണിമയാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്നത്. അതായത് വീടിന്റെ പുറകിൽ ഒരു കിണറുണ്ട്. ആ കിണർ ആൾമറയില്ലാത്ത കിണറായിരുന്നു, കെട്ടാത്ത കിണറായിരുന്നു. സ്വാഭാവികമായി ആ കുട്ടി കളിക്കുന്ന സമയത്ത് ആ കിണറ്റിലേക്ക് വീണതായിരിക്കാമെന്നൊരു പ്രാഥമിക നിഗമനമാണുള്ളത്. എന്തായാലും പിന്നീട് കുട്ടിയെ കാണാതിരുന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. എന്തായാലും മൃതദേഹം പുറത്തെടുത്ത് റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വയസ്സുകാരിയാണ്. ഷാജി സരള എന്നാണ് മാതാപിതാക്കളുടെ പേര് എന്ന് മനസ്സിലാക്കുന്നു. അരുണിമ എന്നാണ് കുട്ടിയുടെ പേര്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം കൂടുതൽ വ്യക്തമാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ്. ദുരന്തം നടന്ന് 7 മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നു എന്നാണ് അവരുടെ പരാതി. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാരിന് കൈമാറിക്കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നാണ് വിമർശനം. നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണം എന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല എന്നും ജനകീയ സമിതി ആരോപിക്കുന്നുണ്ട്. അതേസമയം ചൂരൽമല സ്കൂൾ റോഡ് പടവട്ടിക്കുന്ന് പ്രദേശത്തെ 38 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറെ അവർ നേരിൽ കണ്ടു.
ആദ്യമായാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ജനകീയ സമിതി സർക്കാരിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിഷേധത്തിന് ആധാരം. ദുരന്തം നടന്ന് 7 മാസം. നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ ഗുണഭോക്തൃ പട്ടിക മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. ജോൺ മത്തായി സമിതി നിർദ്ദേശിച്ച വാസയോഗ്യമായ പ്രദേശത്ത് ഉള്ളവരുടെയും വഴി അടഞ്ഞ മേഖലയിൽ ഉള്ളവരുടെയും പട്ടിക ഇനി പുറത്തു വരാനുണ്ട്. നടപടികൾ വൈകുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് ഗുണഭോക്തൃ ലിസ്റ്റ് സർക്കാരിനെ സമർപ്പിച്ചതാണെന്ന് ചെയർമാൻ മനോജ് JMJ 24-നോട് പറഞ്ഞു. ഇത് പരിശോധിച്ച ശേഷം അംഗീകരിച്ചാൽ മാത്രം മതിയാകും എന്നിരിക്കെ പട്ടിക വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനകീയ സമിതിയുടെ ചോദ്യം. കുറേ ആളുകൾക്ക് ആശങ്കയുണ്ട്. ആർക്കൊക്കെ വീട് കിട്ടും, എനിക്ക് വീട് കിട്ടുമോ എന്നുള്ള ആശങ്ക മുഴുവൻ ആളുകൾക്കും ഉണ്ട്. ആ പ്രദേശത്തെ ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ആ ആശങ്ക മാറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യവും, അതോടൊപ്പം തന്നെ 5 സെന്റ് ഭൂമി എന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമി 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള ഇത് സർക്കാർ വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളത് അംഗീകരിച്ചിട്ടില്ല. നമുക്ക് 10 സെന്റും 1000 സ്ക്വയർ ഫീറ്റ് വീടും നിർബന്ധമായിട്ട് വേണമെന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ സർക്കാർ മുമ്പിൽ വെച്ചിരുന്നു. 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യം സർക്കാർ കണക്കിലെടുത്തില്ല എന്നും പരാതിയുണ്ട്. ഇരു എസ്റ്റേറ്റുകളും ഒന്നിച്ച് ഏറ്റെടുത്ത് പുനരധിവാസം വേഗത്തിൽ ആക്കണമെന്നാണ് ഉയരുന്ന മറ്റൊരാവശ്യം. 2 ഘട്ടമായി ഏറ്റെടുക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ജനകീയ സമിതി വ്യക്തമാക്കുന്നു. അതേസമയം ചൂരൽമല സ്കൂൾ റോഡിലൂടെ കടന്നുപോകുന്ന പടവെട്ടിക്കുന്ന് എന്ന പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവിടെ 38 കുടുംബങ്ങളുണ്ട്. ഇവിടേക്ക് റോഡ് നിർമ്മിച്ച് ഈ കുടുംബങ്ങളെ ഇവിടെ തുടരാൻ അനുവദിക്കുന്ന നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ആരോപണം. അപകട ഭീഷണിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്നും പുനരധിവാസ പദ്ധതിയിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ കുടുംബങ്ങൾ കലക്ടറെ നേരിൽ കണ്ടു. ഞങ്ങൾക്ക് ഈ ലോകത്ത് ഞങ്ങൾ എല്ലാ ഉറ്റവരും ഉടവരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. അവരൊക്കെ പോയി ഞങ്ങൾ വിഷമത്തിലിരിക്കുകയാണ്. ഇനിയും സർക്കാർ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെ ഒരു കൊലക്കാണ് ഇനിയും കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് റോഡ് വെട്ടണ്ട, ഞങ്ങൾക്ക് റോഡ് വേണ്ട, കറണ്ടും വേണ്ട, രണ്ടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളാരും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വീട്ടുകാർക്ക് ദയവ് ചെയ്ത് പറയാനും ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് ചെറിയൊരു കൂരയിൽ പേടിക്കാതെ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് കിടന്നുറങ്ങണമെന്ന് മാത്രം ഞങ്ങളോട് താഴ്മയോട് നിങ്ങളോട് പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്കൊരു വീട്, ഞങ്ങളൊരു ആയുസ് മുഴുവനും ഞങ്ങളൊക്കെ അധ്വാനിച്ച് ഞങ്ങളുണ്ടാക്കിയ വീട് ഞങ്ങളെ നല്ല വീടാണ്. ഞങ്ങളെ ഓരോരുത്തരുടെ വീട് നിങ്ങളവിടെ പോയി കണ്ടതാണ്. ഞങ്ങളുടെ വീട് കണ്ടത്. ഞങ്ങൾക്ക് അങ്ങനത്തെ വീടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ വീടിനെ പോലത്തെ വീടും നിങ്ങളോട് ചോദിക്കുന്നില്ല. പേടിക്കാതെ ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങണം. ഞങ്ങളെ മക്കളെ കൂട്ടിപ്പിടിച്ചിട്ട് അതിന് എവിടെയെങ്കിലും സർക്കാർ ഒന്ന് കഞ്ഞേ പറ്റുള്ളൂ. വരുന്ന തിങ്കളാഴ്ചയാണ് കലക്ടറേറ്റിന് മുന്നിൽ ജനകീയ സമിതിയുടെ ഉപവാസം. ഈ സമരത്തിൽ പടവെട്ടിക്കുന്ന പ്രദേശവാസികളും പങ്കാളികളാകും. ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. പുനരധിവാസത്തിലെ കല്ലുകടി സർക്കാരിനും തലവേദനയായേക്കും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം, അത് വളരെ വേഗത്തിൽ തന്നെ പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനുള്ള നടപടികൾ വേഗത്തിൽ നീങ്ങും എന്ന് കരുതാം. സമരക്കാർ തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ഒരു സൂചനാ സമരം എന്നുള്ള നിലയിൽ ഉപവാസത്തിന് ഒരുങ്ങുകയാണ് ജനകീയ സമിതി. പടവെട്ടിക്കുന്ന് പ്രദേശവാസികളും ആ ഉപവാസത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ നോക്കാം. സർക്കാർ ഇപ്പോൾ ഒരു ചെറിയ ന്യൂസ് കേട്ട അവിടെ ഉള്ളവർ അവിടെ തന്നെ പോയി താമസിക്കണം, റോഡ് വെട്ടിത്തരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 38 കുടുംബമുണ്ട്. അവർക്ക് ആർക്കും അവിടെ പോയി മക്കളെയും കൊണ്ട് താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കളക്ടറെ വന്ന് കണ്ടു. 38 കുടുംബം വന്ന് കളക്ടറെ കണ്ടു, കളക്ടറായിട്ട് സംസാരിച്ചു. ഇത് പറഞ്ഞു കളക്ടറെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തുതരാം, സർക്കാരിലോട്ട് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമതൊരു പര്യടനം നമുക്ക് തയ്യാറല്ല. 2 പ്രാവശ്യം നമ്മൾ നേരിട്ട ആൾക്കാരാണ്. കുട്ടികളെയും മക്കളൊക്കെ ആയിട്ട് ഇറങ്ങി ഓടിയിട്ട് നമ്മളെ വീടിൻ്റെ പുഴ ഒഴുകുന്ന പോലെ വെള്ളം വന്നത് ആ ഫസ്റ്റത്ത്. അതിൻ്റെ ശേഷം ഇത് പറഞ്ഞ 2ാമത്തെ നേര് എൻ്റെ അനിയനെ കൈപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറല്ല അങ്ങോട്ട് പോകാൻ. ഇനി നമുക്ക് വേണ്ടി ഇവർ 60 കോടിയൊക്കെ അവിടെ റോഡിന് വേണ്ടിയിട്ടും പാലത്തിന് വേണ്ടി മുടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മുടക്കണ്ട. ഞങ്ങൾ അതിന് പോകാൻ തയ്യാറല്ല. ആരും പോവില്ല. ഞങ്ങൾ തീർത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് വേണ്ട. കാരണം ഞങ്ങളവിടെ താമസിക്കില്ല. ഒന്നാമത് പൊട്ടുമ്പോൾ ലൈവായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ട്. 17 പേരാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയത്. മൂത്താപ്പൻ്റെ ഫാമിലി മൊത്തം പോയി, വീടടക്കം പോയി. അപ്പോൾ ഇനി ഞങ്ങൾ അവരെ മയ്യത്തിൻ്റെ മേലെ ചവിട്ടിയിട്ട് വേണം ഞങ്ങളെ വീട്ടിൽ പോകാൻ. ഞങ്ങളെ മക്കളും ഞങ്ങോട്ട് വരുമോ? അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് അവിടെ നിങ്ങൾ പണിയണ്ട. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് നിലപാട് കടുപ്പിക്കുന്നതിനിടെ പുതിയ നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസ് വേണ്ട എന്ന് ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനാണ് നീക്കം. നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ട് എങ്കിൽ
ആ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പഞ്ചായത്തിന് കഴിയില്ല എന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കി. സർക്കാർ നീക്കം മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയെന്ന് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളെ വ്യവസായ സംരംഭക നിക്ഷേപ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി 47 പരിഷ്കാരങ്ങൾ തദ്ദേശ നിയമങ്ങളിലും ചട്ടങ്ങളിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മന്ത്രി എം ബി രാജേഷ് പറയുന്നു. സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ലൈസൻസ് ചട്ടങ്ങളിലാണ്. നിയമവിധേയമായ ഏതു സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിനു പകരം രജിസ്ട്രേഷൻ മാത്രം. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ല. ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ലെന്നും മന്ത്രി. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ അനുമതി നിഷേധിക്കാൻ പാടില്ല പഞ്ചായത്തുകൾ. ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല കാറ്റഗറി 1 വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രി എം ബി രാജേഷിന്റെ മറുപടി ഇങ്ങനെ: അത് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. അദാലത്തടക്കം നടത്തിയാണ് തീരുമാനമെടുത്തതെന്നും കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാനാകുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ്. ഈ മേഖലയിൽ കുറേയേറെ ചട്ടങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. ആ ചട്ടങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള ഇന്നത്തെ പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ്. തദ്ദേശ വകുപ്പിന്റെ ചട്ടഭേദഗതി തീരുമാനം ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ ഒയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനിയെ സഹായിക്കാനും ആ പ്ലാന്റ് കൊണ്ടുവരാനും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി അവർ ഒത്തിരി നിയമങ്ങൾ മാറ്റേണ്ടി വരും. സർക്കാർ നീക്കം മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഇവിടെ വ്യവസായ മേഖലയല്ല. ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇതുവരെ അത്തരം ഒരു മേഖലയില്ല. പിന്നെ ഇത് മദ്യ കമ്പനിക്ക് വേണ്ടിയല്ല ഇത്തരം ഒരു വ്യവസായ മേഖല കാറ്റഗറി 1 കൊണ്ടുവരുന്നത്. ഇതിനെ ജനവികാരം മാനിച്ച് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. ഗവൺമെന്റ് തീർച്ചയായും ഈ നടപടിയിൽ നിന്ന്, ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാർ യുവാക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ മാർ തേഡോസ് 24നോട് പറഞ്ഞു. നമ്മുടെ യുവജന സമൂഹങ്ങളെ, നമ്മുടെ യുവതി യുവാക്കന്മാരെ, കുടുംബങ്ങളെ വലിച്ചിടരുത് എന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ അഭ്യർത്ഥിക്കുകയാണ്. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ബ്രൂവറിക്ക് വേണ്ടി വാദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭയും നിലപാടെടുത്തു. ബ്രൂവറിയിൽ LDFൽ സമവായമായതിനു പിന്നാലെ എലപ്പുള്ളി മദ്യശാലയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. തദ്ദേശ നിയമങ്ങളിലും ചട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതി എലപ്പുള്ളിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ എലപ്പുള്ളിക്കും വളരെ മുമ്പേ ഈ ഭേദഗതി സർക്കാർ ആലോചനയിലുണ്ടെന്നാണ് മന്ത്രി എം ബി രാജേഷിന്റെ വിശദീകരണം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പുതിയ ഭേദഗതി ഏത് രീതിയിലാണ് എലപ്പുള്ളി നിവാസികൾ വിലയിരുത്തുന്നത്? അവരുടെ പ്രതികരണം കൂടി കാണാം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കേരള മോഡൽ എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് പഞ്ചായത്തുകളെ വെറും ചുങ്കപ്പിരിവ് കേന്ദ്രങ്ങൾ മാത്രമാക്കി അധപ്പതിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനം വരുന്നത് കൊണ്ട് 10-2000 കുടുംബം ഒരു മെച്ചപ്പെടും. ഒരു കമ്പനി പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു കാര്യം. വെള്ളം പറഞ്ഞാൽ വെള്ളം ഇവിടെ എടുക്കണില്ല. വെളിയിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്, കൊണ്ടുവരുന്നത്. ഇവിടെ ഒരുപാട് കഞ്ചിക്കോട് മേഖലയിൽ ഒരുപാട് കമ്പനികളുണ്ട്. അതിലൊക്കെ എത്ര വെള്ളമാണ് നമ്മൾ മലമ്പുഴയിൽ നിന്നൊക്കെ വാങ്ങുന്നത്. കുഴപ്പമില്ല, കുറച്ച് അത് വരുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല കാര്യമാണ്. മണ്ണ് നികത്താനോ അല്ലെങ്കിൽ തണ്ണീർത്തടം നികത്താനോ ഉള്ള അനുമതി ഇനി പഞ്ചായത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കഴിയില്ല. ഒരു അനധികൃതമായി നടത്തുന്ന റോഡ് നിർമ്മാണം ഉൾപ്പെടെ ഈ പഞ്ചായത്തിക്ക് അധികാരമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അധികാരത്തെ കാർന്ന് തിന്നുന്ന ഒരു നടപടിയാണ് മന്ത്രി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളത്തിനടക്കം മുട്ടുകയാണ്. അത് കാരണം ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം വരാതിരിക്കുന്നതാണ് അത്രയും നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം. പണി കിട്ടും കുറേ പേർക്ക്. വെള്ളം ഒരു വിഷയമാണ്. വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അവർക്ക് കിട്ടുന്നത് നല്ലതല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടഭേദഗതിയിൽ പുതിയ വിശദീകരണവുമായി മന്ത്രി എം ബി രാജേഷ്. നേരത്തെ ഇറക്കിയ വാർത്താക്കുറിപ്പ് തിരുത്തി. കാറ്റഗറി 1 തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ടാത്തത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ യൂണിറ്റുകൾക്ക്,
അവയ്ക്ക് ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതി എന്നും വിശദീകരണം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, സർക്കാർ ഒടുവിൽ അറിയിക്കുന്നത് എന്താണ് അലക്സ്? വ്യവസായ മേഖലയിൽ കാറ്റഗറി ഒന്നിൽ വരുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മാത്രം മതിയെന്നാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. തുടർന്നാണ് എലപ്പുള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഉടലെടുത്തതും സജീവ ചർച്ചയായതും. അതിന് തൊട്ടു പിന്നാലെ ഈ കാറ്റഗറി 1 സംബന്ധിച്ച് ഒരു പുതിയ വിശദീകരണം മന്ത്രി ഒരു പുതിയ വാർത്താക്കുറിപ്പിൽ ഒരു പ്രസ്താവനയിൽ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിങ്ങനെയാണ്, സംരംഭങ്ങളെ രണ്ടായാണ് തിരിക്കുന്നത്. കാറ്റഗറി 1 സംരംഭങ്ങൾ, കാറ്റഗറി 2 സംരംഭങ്ങൾ. കാറ്റഗറി 1 ഉൽപാദന യൂണിറ്റുകളാണ്. അവയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ എന്നിവയിലുള്ള യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട, അതിനു പകരം രജിസ്ട്രേഷൻ മതി. അതായത് കാറ്റഗറി 1 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ യൂണിറ്റുകൾക്ക് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതിയെന്ന് മന്ത്രി പറയുന്നു, വിശദീകരിക്കുന്നു. കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെടുന്ന റെഡ്, ഓറഞ്ച് എന്നീ വിഭാഗത്തിൽപ്പെട്ട യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ അനുവാദം വേണം, അതായത് ലൈസൻസ് ആവശ്യമുണ്ട് എന്നാണ് ഈ പുതിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. കാറ്റഗറി 2 സംരംഭങ്ങൾ എന്ന് പറയുന്നത് വ്യാപാരം, വാണിജ്യം, സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റുകളാണ്. അവയ്ക്കെല്ലാത്തിനും സെക്രട്ടറിയുടെ ലൈസൻസ് ആവശ്യമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിലൊരു ചോദ്യം, പ്രധാനമായുള്ള ചോദ്യം, കാറ്റഗറി 1 ഈ വൈറ്റ്, ഗ്രീൻ വിഭാഗത്തിലാണോ അതോ റെഡ്, ഓറഞ്ച് വിഭാഗത്തിലാണോ ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല എന്നുള്ളതാണ്. നമ്മൾ മന്ത്രിയോട് ചോദിച്ചിരുന്നു കാറ്റഗറി 1 ഈ സംരംഭം വരുന്നതെന്ന്, പക്ഷെ അത് പരിശോധിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അതിനുശേഷമാണ് ഈ പുതിയ വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. റിജിത്ത്, ശരി, എലപ്പുള്ളിയിൽ വരാൻ പോകുന്ന മദ്യനിർമ്മാണശാല ഏത് കാറ്റഗറിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ വരാനുള്ള സാധ്യതയുമുണ്ട്. അത് പ്രധാനവുമാണ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മരുന്ന് ക്ഷാമത്തെ തുടർന്ന് വൃക്കാരോഗികൾ പ്രതീകാത്മക ഡയാലിസിസ് നടത്തിയ സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരം അവർക്ക് നടത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. നേരത്തെ തന്നെ 24 ഈ വിഷയം വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 24 ഇമ്പാക്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരുന്ന് ക്ഷാമം പരിഹരിക്കണം എന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വൃക്കരോഗികൾ പ്രതിഷേധിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതീകാത്മക ഡയാലിസിസ് നടത്തിയായിരുന്നു ഈ പ്രതിഷേധ സമരം. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, വൃക്ക മാറ്റിവെച്ചവർ, ഇവരുടെ കുടുംബങ്ങൾ എന്നിവരായിരുന്നു കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലെ സമരത്തിൽ പങ്കെടുത്തത്. പലരും ഒറ്റയ്ക്ക് നടക്കാൻ പോലും പറ്റാത്തവർ, അവരാണ് കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിനിറങ്ങിയത്. വെറും സമരമായിരുന്നില്ല പ്രതീകാത്മക ഡയാലിസിസ് സമരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസിനെത്തിയ രോഗികൾക്കും മരുന്ന് ലഭിച്ചില്ല. ഇനിയും വാങ്ങാണ്ട് മരുന്ന്. ഇനി ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് പറയാൻ ഇനി വാക്കുകളൊന്നുമില്ല. ഇത്രയും പറഞ്ഞില്ലേ, എന്നിട്ടും ഒന്നും ഒരു ഇതുമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ ഒരു വഴിയില്ല. ഇവരുടെ ഈ പ്രതിഷേധവും സങ്കടവും 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. പ്രതീകാത്മക സമരം നടത്തേണ്ടി വന്ന സാഹചര്യം അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അടുത്ത മാസം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടൽ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. മരുന്ന് ലഭിക്കുന്നതിനൊപ്പം ഇവർക്ക് ലഭിക്കേണ്ട ചികിത്സാ ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ ലഭിക്കണം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്തെ ഒരു ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത മോർച്ചറി. മൃതദേഹവുമായി ഓരോ ഇടത്തേക്കും ഓടുകയാണ് ജനങ്ങൾ. ആശുപത്രിയിലെ മോർച്ചറിയുടെ അവസ്ഥ അറിയാതെ മൃതദേഹവുമായി ഇവിടെ എത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ ആ മൃതദേഹവുമായി ആശുപത്രികളോടും കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തരും. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മോർച്ചറി കെട്ടിടം പൊളിച്ചത്. പകരം സംവിധാനം ഡിസംബർ പകുതിയോടെ തയ്യാറാക്കി. പക്ഷേ കാലപ്പഴക്കം ചെന്ന ഫ്രീസർ തകരാറിലായി. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി തകരാറിലായിട്ട് മാസങ്ങളേറെ കഴിഞ്ഞു. മൃതദേഹവുമായി ജനം നെട്ടോട്ടം ഓടുകയാണ്. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടുത്തെ അധികാരികൾ. വൈകുന്നേരങ്ങളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കാനായി ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും.
തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടത്തിനായി വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം. വൈകുന്നേരത്തെ എത്തിക്കുകയാണെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം ഇല്ല. അപ്പോഴത്തേക്ക് ഇതുമായിട്ട് ഈ ജില്ലയുടെ എല്ലാ അറ്റത്തുള്ള താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിലും പോകേണ്ട അവസ്ഥയാണ്. ചിലപ്പോൾ ഇവിടുന്ന് നേരെ പാരിപ്പള്ളി കൊണ്ട് ചെല്ലും. അപ്പോൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പറയും ഇവിടെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ഉടനെ അവർ അതുമായിട്ട് നേരെ കരുനാഗപ്പള്ളിക്കോ പുനലൂരോ ഒക്കെ പോകേണ്ട അവസ്ഥയാണ്. സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഇത്രയും ദൂരമൊക്കെ ഇത്രയും വണ്ടിക്കൂലിയും കൊടുത്ത് കൊണ്ടുവെക്കുകയും പിന്നെ ഇത് എടുക്കാനായിട്ട് പോകുന്നതും വലിയൊരു ചിലവാണ് അവർക്ക്. കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും മാത്രമാണ് പോലീസ് സർജൻ ഉള്ളത്. ചില താലൂക്ക് ആശുപത്രികളിൽ അസിസ്റ്റന്റ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. എന്നാൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതടക്കം മരണകാരണം വ്യക്തമല്ലാത്തതും മരണത്തിൽ അസ്വാഭാവികത ഉള്ളതുമായ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മാത്രമേ ചെയ്യൂ. ഇത്തരം മൃതദേഹങ്ങൾ പോലീസ് സാന്നിധ്യത്തിൽ മാത്രമേ സർക്കാർ ആശുപത്രികളിലടക്കം മോർച്ചറിയിലേക്ക് മാറ്റാവൂ. നമ്മളിപ്പോൾ ഒരു അൺനോൺ ബോഡി ആയാലും നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവരിക കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ മോർച്ചറിലെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഒന്നെങ്കിൽ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ പാരിപ്പള്ളി അല്ലെങ്കിൽ നെടുങ്ങോലം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ എങ്ങും ഒഴിവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നെങ്കിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ പുനലൂർ അങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൂടെ വരാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. നമ്മളിത് ഇവിടെ നമ്മളവരെ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ നിന്ന് ഡീസലും അടിച്ച് നമ്മൾ റിസ്ക് എടുത്ത് ഇത് അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ ഈ ഫ്രീസർ ഓപ്പൺ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഡ്രൈവർമാർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം വേണ്ട മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കാനായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും പിറ്റേന്ന് തിരികെ കൊണ്ടുവരുമ്പോഴും പോലീസുകാരെ വണ്ടി വിളിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. സാധാരണക്കാരുടെ നടുവൊടുക്കുകയാണ് അങ്ങനെ ഈ മോർച്ചറി. എന്നാൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സാങ്കേതിക വിദഗ്ധർ 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്നുമാണ് ജില്ലാ ആശുപത്രി അധികൃതർ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു കിടക്കുന്ന ഓരോ മൃതദേഹത്തോടും ആദരവ് പുലർത്തണമെന്നാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിന് പ്രത്യേക ഭരണഘടന നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം കേന്ദ്രങ്ങളിൽ മോർച്ചറികളിലേക്ക് എത്തുന്ന മൃതദേഹങ്ങൾക്ക് അത്തരം പരിഗണന പോലും ലഭിക്കുന്നില്ല എന്നാണ് ഇത്തരം വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പരിഹാരം ഉണ്ടായേ മതിയാവും. ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ ശ്രീകാന്ത് പി എസിനൊപ്പം RNUS 24. പൊതുജനം കഴുതയല്ല സാർ. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന് സംവിധായകൻ ശങ്കറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു ED എന്നുള്ളതാണ്. 10.11 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്തിരൻ സിനിമയുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആ നടപടി ഉണ്ടായിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്തയും മന്ത്രിമാരും യമുനാ നദി പൂജയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, കൊച്ചിയിലെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ RTO ജേഴ്സനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൊച്ചിയിൽ നിന്നും പുറത്തുവരികയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനും സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കണം. കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡേഴ്സ് നേരിട്ട അതിക്രൂര മർദ്ദനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡേഴ്സ് അതിക്രൂരമായ മർദ്ദനത്തിനിരയാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതിഭയാനകമായ ദൃശ്യങ്ങൾ. മലിനജലവുമായിട്ട് ടാങ്കർ ലോറി ഡ്രൈവർമാരായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ ഇത്തരത്തിലേക്ക് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മട്ടാഞ്ചേരി സ്വദേശികളായ ഷംനാസും ഫാസിലും പിടിയിലാകുകയും ചെയ്തു. എന്തായാലും വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു ഇടപെട്ടു. ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഇവരുടെ മർദ്ദനത്തിന്റെ തോതും അളവും ഒക്കെ വർദ്ധിച്ചത്. ഇത്തരത്തിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ ഉണ്ടാകുന്ന ക്രൂരമായ മർദ്ദനം, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെറുക്കപ്പെടേണ്ടതല്ലേ? അന്ത്യം കുറിക്കേണ്ടതല്ലേ? പരിശോധിക്കുകയാണ്. സമാനമായ സംഭവങ്ങൾ നേരത്തെയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. 2014 ഏപ്രിൽ 14 ട്രാൻസ്ജെൻഡർ ആക്ട് രൂപീകരിക്കുന്നത്. കേരളമാണ് ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം രൂപീകരിക്കുന്ന സംസ്ഥാനം. അതോടെ അത് കേരളത്തിലൊരു നാഴികക്കല്ലായി മാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ തുടർക്കഥയായി മാറുന്നതും കേരളത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും നിയമം കർശനമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് കർശനമായ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും നിയമനിർമ്മാണവും ആവശ്യമാണ്. TG പ്രൊട്ടക്ഷൻ ആക്ട് 18(d) ശക്തമായി ഒരു നോൺ വെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല, സമൂഹത്തിലെ നിരവധി ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിൽ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും നേരിടുന്നുണ്ട്. LGBTQIA+ എന്നൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്.
ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വീർ, ഇന്റർസെക്സ്, അസെക്ഷൽ, പ്ലസ് അങ്ങനെ നിരവധി ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. ഇവരെല്ലാം നേരിടുന്നത് സമൂഹത്തിൽ നിന്ന് വലിയ ഒറ്റപ്പെടലുകളും സൈബർ ആക്രമണങ്ങളും ആത്മഹത്യയിലേക്ക് വരെ നയിച്ചിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇതൊരു അസുഖമല്ല, അവസ്ഥയാണെന്നും അതിന് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് HRT, അതായത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും അതുപോലെ തന്നെയുള്ള ജെൻഡർ അഫോർമേഷൻ സർജറിയും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ അതിന് അനുവദിച്ച് ജീവിക്കുമ്പോൾ അതിനുള്ള സമൂഹം ഒത്തു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, ഒരു എയ്ഡ്സ് വന്നൊരാളെ ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, നമ്മൾ കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു രോഗമായിട്ടല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇതൊരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. സമൂഹത്തിൽ പാർശ്വവത്കരിക്കപ്പെടുന്ന ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ നേരത്തെയും കേരള നിയമസഭയിലും ലോക്സഭയിലും കോടതി മുറികളിലും ഒക്കെ ചർച്ചയാക്കിയിട്ടുള്ളതാണ്. പൊതുജന സമക്ഷവും ഒരുപാട് സെമിനാറുകളടക്കം സംഘടിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നിട്ടും പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള തുടരെയുള്ള ആക്രമണങ്ങളിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. അവർക്കെതിരെ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ ശരിയല്ല. അവർ നമ്മളെപ്പോലെ തന്നെ എല്ലാവിധ ഫീലിങ്സും എന്താ പറയുക, എല്ലാ രീതിയിലും നമ്മളോട് ഈക്വലായിട്ട് ജീവിച്ചു പോകാൻ സൊസൈറ്റിയിൽ എല്ലാവിധ റൈറ്റുള്ളവരാണ്. അവരും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള ആൾക്കാരല്ലേ. അവർ അക്രമമൊന്നും ശരിയല്ല. അവരും മനുഷ്യന്മാരല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ടാവില്ലേ, അതിനനുസരിച്ച് അവർ ജീവിക്കണോ ഉള്ളൂ. അംഗീകരിക്കപ്പെടേണ്ടതാണ്. അവർക്കെതിരെ യാതൊരു വക ഇതും ചെയ്യാൻ പാടില്ല, ആക്രമണവും ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. മനുഷ്യരാണല്ലോ, മനുഷ്യരാകുമ്പോൾ അവർക്ക് എല്ലാ തുല്യ പ്രയോറിറ്റിയും അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടതാണ്. അവരങ്ങനെ വേർതിരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം. ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ശരിയായ കാര്യമല്ല. അവർ നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരല്ലേ. സൊസൈറ്റിയിൽ നമ്മൾ ഈക്വൽ റൈറ്റ്സ് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ സംസ്ഥാന സർക്കാർ മഴവിൽ എന്ന പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പൊതുജനങ്ങളിൽ ചിലരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും സമീപനങ്ങളും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകാതിരിക്കണം. അതിക്രൂരമായ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക തന്നെ വേണം. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുടങ്ങിപ്പോയ ഏലച്ചെടികൾക്കുള്ള നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച 10 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കർഷകരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് 8 മാസം കഴിയുമ്പോഴാണ് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത്. കർഷകർക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വൈകുന്നത് 24 തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇമ്പാക്റ്റ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ മെയ് പകുതി വരെ നീണ്ടുനിന്ന കടുത്ത വേനലിലും ഉഷ്ണതരംഗത്തിലും ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരാണ് 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉഷ്ണതരംഗത്തിൽ ഏലച്ചെടികൾ നശിച്ചുപോയ ഇടുക്കിയിലെ കർഷകർക്ക് 10 കോടി രൂപ സഹായം അനുവദിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഉത്തരവിറക്കിയത്. ഉഷ്ണതരംഗത്തിൽ ഏലം മേഖലയിൽ 15,731 ഹെക്ടർ പ്രദേശത്ത് കൃഷിനാശമുണ്ടായതായി ഉത്തരവിൽ പറയുന്നുണ്ട്. വരൾച്ച ബാധിച്ച ഏലം മേഖലയുടെ പുനരുദ്ധാരണത്തിന് കൃഷിവകുപ്പ് കർമ്മ പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലം കൃഷിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കരുത്തുള്ളതും ചൂടിനെ പ്രതിരോധിക്കുന്നതുമായ ഏലത്തട്ടകൾ വേണം വിതരണം ചെയ്യാനെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വിളനാശം സംഭവിച്ച് 10 മാസം കഴിഞ്ഞ ശേഷമുള്ള നഷ്ടപരിഹാരം കർഷകർക്ക് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന കാര്യം സംശയമാണ്. ഇടുക്കിയിലെ ഏലം കർഷകർക്ക് 2 ദിവസത്തിനകം നഷ്ടപരിഹാരം അനുവദിക്കുമെന്നായിരുന്നു ജനുവരി 1 കൃഷിമന്ത്രി 24 നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത്. അത് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ്. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും. മന്ത്രിയുടെ പ്രതികരണം വന്ന് 48 ദിവസം കഴിഞ്ഞാണ് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാര തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കർഷകരോടുള്ള സമീപനം. പിന്നെ എങ്ങനെയാണ് പുതിയ ആളുകൾ കാർഷിക മേഖലയിലേക്ക് വരേണ്ടത്? ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. പത്തനംതിട്ടയിലെ പീഡനത്തിന് സമാനമായി തിരുവനന്തപുരത്തും പീഡനം നടന്നു എന്നുള്ള വിവരമാണത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരവധി പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുകാരിയാണ് അമ്മയുടെ സുഹൃത്തുൾപ്പെടെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നത്. സഖിയുടെ കൗൺസിലിങ്ങിലാണ് ഈ പീഡന വിവരം പുറത്തു വരുന്നത്. സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വിവരമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഷഫീദ്? പത്തനംതിട്ടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഇങ്ങനെ സമാനമായ രീതിയിൽ ഇതേ രീതിയിലുള്ള ഒരു വാർത്ത കണ്ടതാണ്. അതിന് പിന്നാലെ തിരുവനന്തപുരത്തും സമാനമായ ഒരു വാർത്ത അല്പസമയം മുൻപ് അത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 13 വയസ്സുള്ള ഒരു കുട്ടിയെ നിരവധി ആളുകൾ ലൈംഗികമായി ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു എന്നടക്കമുള്ള വാർത്ത എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് കുട്ടി പഠിക്കുന്ന സ്കൂള്, ആ സ്കൂൾ അധികൃതരാണ് അതുമായി ബന്ധപ്പെട്ട കുട്ടി ഈ വിവരം ആദ്യം അറിയുന്നത്. ഈ കുട്ടിയുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സഖി എന്ന് പറയപ്പെടുന്ന കൗൺസിലിംഗ് സംവിധാനത്തിന് മുൻപിലേക്ക് കുട്ടിയെ എത്തിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടിയെ എത്തിക്കുന്ന ഘട്ടത്തിലാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. ഏതാണ്ട് 5 കേസുകൾ ഇപ്പോൾ നഗരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നഗരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അതിലും വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. 4 പേർ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിൽ 4 പേർ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്ത് എന്ന് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന സനലാണ്, നഗരൂർ സ്വദേശിയായിട്ടുള്ള സനലാണ്. ഇയാളെ പോലീസ് അല്പസമയം മുൻപ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടി പറഞ്ഞ പേരിൽ ഒരാൾ അതൊരു അയൽവാസി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ മരിച്ചുപോയി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും 6 പേർക്കെതിരെ 6 പേരുടെ പേരുകൾ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരാൾ ഈ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ്. 36 വയസ്സുകാരനായ സനൽ എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 5 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടിയെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുമുണ്ട്. അത് വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഉറപ്പായും വരികയും വേണം.